പൂനെയിൽ നിന്നുള്ള നൂപുർ പിറ്റി എന്ന ഒരു യുവതി സ്വന്തം മൂത്രം ഉപയോഗിച്ച് കണ്ണ് കഴുകുകയും ഐക്കപ്പിൽ നിറച്ച മൂത്രം കണ്ണുകളിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് കണ്ട മലചികിത്സകൻ ഡോക്ടർ സിറിയക് എ ബി ഫിലിപ്സ് എതിർപ്പുമായി രംഗത്തെത്തിയതായി വാർത്ത ശ്രദ്ധിച്ചു. ചെങ്കണ്ണിനും കണ്ണുവരൾച്ചയ്ക്കും മറ്റ് നേത്രരോഗങ്ങൾക്കും ഗുണകരമാണ് കണ്ണിൽ മൂത്രമൊഴിക്കുന്നത് എന്നാണ് നൂപുർ പിറ്റി പറയുന്നത്. ഇതിനെതിരെ ഡോക്ടർ സിറിയക് എ ബി ഫിലിപ്സ് സോഷ്യൽ മീഡിയ ആയ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തുന്നതും നിരാശാജനകവുമാണ് ഇത്. ഒരിക്കലും ഈ രീതി അവലംബിക്കരുത് എന്നാണ്. മൂത്രം സ്റ്റെറൈൽ അഥവാ അണുമുക്തം അല്ല എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. മൂത്രത്തിലെ വിഷപദാർത്ഥങ്ങൾ, ബാക്ടീരിയ എന്നിവയെ പുറന്തള്ളാൻ വൃക്കകൾ കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ ഫിലിപ്സ് പറയുന്നത്. ഈ ഡോക്ടർ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ മലചികിത്സകനാണ്. ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന ചികിത്സയിലൂടെ ആരോഗ്യമുള്ള മറ്റൊരാളുടെ മലം രോഗിയുടെ ആമാശയത്തിലും കുടലിലും എത്തിച്ചാൽ മാരകമായ കരൾ രോഗം ഉൾപ്പെടെ വിവിധ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും എന്നാണ് മലചികിത്സകർ പറയുന്നത്. ചൈനയിൽ പൗരാണിക കാലത്ത് തന്നെ ആമാശയ സംബന്ധമായ രോഗം ബാധിച്ചവർക്ക് ആരോഗ്യമുള്ള മറ്റൊരാളുടെ മലം വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് താൻ ചെയ്യുന്ന മലചികിത്സയുടെ പൗരാണികത, പാരമ്പര്യ മൂല്യം തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുമ്പ് വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാ ശരീര മാലിന്യങ്ങളും പുറന്തള്ളപ്പെടുന്നത് മലത്തിലൂടെയാണ്. ടോക്സിൻസ് നിറഞ്ഞ ആ മലം നേരിട്ട് ആമാശയത്തിൽ എത്തിക്കുന്നത് പോലും ആരോഗ്യദായകമാണെന്നാണല്ലോ ഈ ഡോക്ടർ സമർത്ഥിക്കുന്നത്. എന്നാൽ പൗരാണിക കാലത്ത് തന്നെ ചെങ്കണ്ണിനും മറ്റ് പല നേത്രരോഗങ്ങൾക്കും കുഴിനഖത്തിനും മുറിവിനും ഒക്കെ മൂത്രം ഉപയോഗിക്കുന്ന ചികിത്സാ രീതി നിലനിന്നിരുന്നു എന്ന കാര്യം അദ്ദേഹം മറച്ചുവെക്കുന്നു. തിമിരം, ഗ്ലോക്കോമ പോലുള്ള മാരകമായ നേത്രരോഗങ്ങൾ പോലും യൂറിൻ ഉപയോഗിച്ച് മാറ്റിയവർ ഇവിടെയുണ്ട്. മൂത്രം സ്റ്റെറൈൽ അഥവാ രോഗാണുമുക്തം ആണെന്ന് നാസ മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഗുണകരമായ മിത്ര ബാക്ടീരിയകളും മൂത്രത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ പൂർണ്ണമായും സ്റ്റെറൈൽ അണുമുക്തമല്ല എന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. മിത്ര ബാക്ടീരിയകൾ ഹാനികരമല്ലല്ലോ. മാത്രമല്ല, മൂത്രത്തിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണവിശേഷങ്ങളുണ്ടെന്നും അത് വിഷഹാരിയാണെന്നും ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുമുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ ബാധിക്കുമ്പോൾ മൂത്രം കണ്ണിലൊഴിക്കുന്നത് ഒഴിവാക്കാം എന്ന് മാത്രം. കരളാണ്, വൃക്കകളല്ല രക്തശുദ്ധീകരണം മുഖ്യമായി നടത്തുന്നത്. അതോടൊപ്പം ശ്വാസകോശം വഴിയും പ്ലീഹ വഴിയും ലിംഫ് വഴിയും ഒക്കെ രക്തത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. രക്തത്തിൽ തൽക്കാലം കൂടുതലുള്ള പോഷകങ്ങൾ രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റി വൃക്കകളിൽ സൂക്ഷിക്കുകയും കുറഞ്ഞു പോകുമ്പോൾ രക്തത്തിലേക്ക് തിരിച്ചു നൽകുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വൃക്കകൾ നടത്തുന്നത്. കിഡ്നി വഴി ഇത്തരത്തിൽ ഫിൽറ്റർ ചെയ്ത പോഷകങ്ങൾ അടങ്ങിയ മൂത്രം തന്നെയാണ് ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ സിറിയക് എ ബി ഫിലിപ്സ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ, മാത്രമല്ല മുഴുവൻ മനുഷ്യരും കുടിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. മൂത്രം കുടിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒളിഗോഹൈഡ്രാംനിയോസ് എന്ന സ്ഥിതിവിശേഷം കാരണം ചാപിള്ളയായി പോയേനെ. നന്ദി.